ആവശ്യമില്ല. ആർ ജെ ഡിക്ക് ഇനിയിപ്പോൾ വലിയ നഷ്ടമുണ്ടായാൽ പോലും ഒരു 4-5 സീറ്റുകളുടെ നഷ്ടമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. കഴിഞ്ഞ തവണ 75 സീറ്റുകൾ നേടിയിരുന്നല്ലോ. ചിലപ്പോൾ ഒരു 70 സീറ്റുകളിലേക്ക് പോയേക്കാം. അത് കോൺഗ്രസിന്റെ നില പരിതാപകരം. പക്ഷേ ചിലപ്പോൾ അതുപോലുമല്ല, അതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ആർ ജെ ഡിക്ക് കിട്ടിയേക്കാം. ആർ ജെ ഡി സീറ്റ് കൂട്ടും. ആർ ജെ ഡി സീറ്റ് ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇടത് പാർട്ടികൾക്കും കഴിഞ്ഞ തവണത്തേക്കാൾ വലിയൊരു നഷ്ടമുണ്ടാകാൻ സാധ്യതയില്ല. ചെറിയ കുറച്ച് സീറ്റുകൾ കിട്ടിയിരുന്നല്ലോ അവിടെ, അല്ലേ? പ്രശ്നം എന്ന് പറയുന്നത് അവർ വിചാരിച്ചാൽ വിജയിപ്പിക്കാവുന്ന രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു ശക്തിയില്ല. ചില പോക്കറ്റുകളിലുണ്ട്. അത് ആർ ജെ ഡിയുടെ ശക്തി കൊണ്ട് അവർ അതുകൊണ്ട് ജയിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ 5 എക്സിറ്റ് പോളുകളാണ് വന്നിട്ടുള്ളത്. പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പീപ്പിൾസ് പൾസിൽ 133 മുതൽ 159 സീറ്റുകൾ വരെയാണ് നേടാൻ പോകുന്നത്. NDA, MGB 75 മുതൽ 101 മാത്രം. അതായത് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം. JVCയുടെ സർവേ അനുസരിച്ചും NDA തന്നെയാണ് മുന്നിൽ. കൂടുതൽ സീറ്റുകൾ 135 മുതൽ 150 വരെ. മറുവശത്ത് 88 മുതൽ 103 വരെ മാത്രം. മാട്രിക്സിന്റെ സർവേ അനുസരിച്ച് 147 മുതൽ 167 സീറ്റ് വരെ നേടാൻ പോകുന്നത് BJP JDU സഖ്യമാണ്. 70-90ലേക്ക് ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം തകരുമെന്നാണ്. ചാണക്യ 130 മുതൽ 138 വരെ. മറുവശത്ത് 100 മുതൽ 108 വരെ മാത്രം ആർ ജെ ഡി കോൺഗ്രസ് സഖ്യം. ദൈനിക് ഭാസ്കർ 145, 106, 145. അങ്ങനെ അതിലെന്തോ തെറ്റുണ്ട്. ദൈനിക് ഭാസ്കറിൽ ചില തിരുത്തുണ്ട്. അത് 145 മുതൽ നേരത്തെ നമ്മൾ പറഞ്ഞാണല്ലോ, 160 സംതിങ് ആയിരുന്നു. അവിടെയും MGBക്ക് നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. മാട്രിക്സിൻ്റെയാണ് 147 മുതൽ 167 വരെ. ശ്രീ MS വേണുഗോപാൽ, ഇവിടെ ഈ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത, തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ നില മെച്ചപ്പെടുത്തുവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നാണല്ലോ. തീർച്ചയായിട്ടും ഇത് നേരത്തെ മുതലേ പറ്റിയിരുന്ന ഒരു അബദ്ധമാണ്. ഈ മഹാഗഠബന്ധൻ്റെ ഐക്യം തകർത്തത് കോൺഗ്രസ് ആണെന്നൊരു പരാതി അവിടെ ശക്തമായി നിലനിന്നിരുന്നു. അതിന് പ്രധാന കാരണം രണ്ടാണ്. ഒന്ന്, ഈ വോട്ട് ചോരി എടുത്താൽ അത് ജനങ്ങളുടെ ഇടയിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ആർ ജെ ഡിക്ക് വലിയ ഡൗട്ടുണ്ടായിരുന്നു. അത് തേജസ്വി വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ ഒരു നിർബന്ധം കൊണ്ടാണ് വോട്ട് ചോരിക്ക് അവർ നിന്നത്. ആ വോട്ട് ചോരി യാത്രയിൽ പോലും അദ്ദേഹത്തിന് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് ആൾക്കൂട്ടത്തിനൊപ്പം നിൽക്കുക എന്നുള്ളൊരു സമീപനമാണ് എടുത്തത്. പിന്നീട് ഇലക്ഷൻ നടന്നുകൊണ്ടിരുന്നപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഈ വോട്ട് ചോരി വലിയൊരു വിഷയമായിട്ട് എടുക്കരുത് എന്നുള്ളതാണ്. കാരണം നിതീഷ് കുമാറും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ജോലി നഷ്ടപ്പെടുത്തുന്നത്, ഭക്ഷണം നഷ്ടപ്പെടുത്തുന്നത് ഇൻഫിൽട്രേറ്റേഴ്സ് ആണ്, നുഴഞ്ഞു കയറ്റക്കാരാണ് എന്നുള്ളതാണ്. ആ നുഴഞ്ഞു കയറ്റക്കാരെ തടുക്കുക എന്നുള്ളതിനാണ് SIR നടപ്പിലാക്കുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇത് ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനമായ ഘടകം ഇവിടെ ഞാൻ നോക്കിയിട്ടും കാണുന്നത് ഈ വോട്ട് കട്ടറാണ്. 2 പേര് വോട്ട് കട്ടറായിട്ടുണ്ട്. ഒന്ന്, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ JSP ആണ്. അവരുടെ വോട്ട് എത്രത്തോളം പോകുന്നു, ഇവിടെ തന്നെ നമ്മൾ നോക്കിയപ്പോൾ 4 മുതൽ 5% പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ 3% വോട്ട് മാറിക്കഴിഞ്ഞാൽ 14% സീറ്റാണ് മാറാൻ പോകുന്നത്. 14% സീറ്റ് എന്ന് പറഞ്ഞാൽ 36 സീറ്റാണ് വ്യത്യാസം വരാൻ പോകുന്നത്. ഇപ്പോൾ 3% വന്നാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത് 4 മുതൽ 5% വരെ വോട്ട് പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടിക്ക്, ജൻസ്വരാജ് പാർട്ടിക്ക് കിട്ടിയിരിക്കാമെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 40-നും 50-നും ഇടയ്ക്ക് സീറ്റുകൾ ഈ ജൻസ്വരാജ് പാർട്ടി തന്നെ അവിടെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാന കാരണം. പിന്നെ ഒന്ന്, ഈ സീമാഞ്ചൽ പ്രദേശത്താണ് ഈ ഗഠബന്ധൻ മഹാഗഠബന്ധൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വോട്ട് പിടിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം അവിടെ 24 സീറ്റുണ്ട്. ആ 24 സീറ്റിൽ മുസ്ലിം പോപ്പുലേഷൻ ഏതാണ്ട് 47% ആണ്, ഏതാണ്ട് പകുതിയോളം. അവിടെ തൂത്തുപെറുക്കി പിടിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശമെങ്കിലും അവിടെയും ഈ AMMൻ്റെ നിലപാടുകൾ അവർക്ക് തീർച്ചയായിട്ടും ദോഷം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെ. അവിടെ ഇതുപോലെ തന്നെയാണ്. AM എത്ര % പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. അവിടെയും 5%, 10% ആണെങ്കിൽ പോലും അതിൻ്റെ ഡാമേജ് വളരെ വലുതായിരിക്കും. 24 സീറ്റിൽ അവരുദ്ദേശിച്ച അത്രയും % പിടിച്ചു കാണില്ല. 24 സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമാണ്. കാരണം 24 സീറ്റ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അപ്പുറത്ത് അത് അത്രയും കുറേയും കൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ടൈറ്റ് ഫൈറ്റായിട്ട് വരാൻ പോകുന്ന വിധത്തിലായിരുന്നു ഈ സീമാഞ്ചലിലെ വോട്ടിംഗ് വരേണ്ടിയിരുന്നത്. അതുപോലെ തന്നെ JDUവിൻ്റെ 8 ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഈ ഭാഗത്ത് നിന്ന്, ഈ നോർത്ത് ഭാഗത്ത് നിന്ന് മത്സരിച്ചിരുന്നു. അവർ പരാജയപ്പെടുത്തണം എന്ന് വിചാരിച്ച് പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും
നടന്നിട്ടില്ലായിരിക്കും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ശരി, അത് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ വോട്ടിംഗ് പെർസെന്റേജിലെ വ്യത്യാസം എന്ന് പറയുന്നത് 2 പേർക്കും കിട്ടിയ വോട്ട് പെർസെന്റിലെ വ്യത്യാസം എന്ന് പറയുന്നത് 0.03 അല്ലേ, അതായത് 12,000 വോട്ട്, ചെറിയ വെറും 12,000 വോട്ടിനാണ് ചെറിയൊരു വ്യത്യാസം മാത്രമായിരുന്നു. അതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ സഖ്യം കുറച്ചുകൂടി ശക്തമാക്കുകയും അതുപോലെ 12 മണ്ഡലങ്ങളിൽ വിജയപരാജയങ്ങൾ ഈ സഖ്യത്തിന്റെ ഒരു സൗഹൃദ മത്സരം ഉണ്ടായിരുന്നു അല്ലേ, അത് അവസാനം വരെ അങ്ങനെ അത് വളരെ അതൊക്കെ തവണ ഉണ്ടായില്ല എന്നുള്ളത് വലിയ നിർണായകമായ ഘടകമായി. ഇപ്പോൾ ശ്രീ സിബി സത്യൻ